ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേരളം ഭരണരംഗത്തിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 കുറിച്ചാണ്. എന്തിനെ കുറിച്ചാണ്? 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. ഓക്കെ, നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി സമഗ്ര നിയമം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. തെറ്റിക്കരുതേ. നെൽവയലുകളും തണ്ണീർത്തടങ്ങളും പരിപാലിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ തന്നെ സമഗ്ര നിയമം കൊണ്ടുവന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. നമുക്ക് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ അടിസ്ഥാന വസ്തുതകളിലേക്ക് പോകാം. വളരെ കൃത്യമായി ഓർഡറിൽ പഠിച്ചു പോയാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് പഠിക്കാം. ആദ്യം 1955 അവശ്യ വസ്തു നിയമം ശ്രദ്ധിച്ചോ. ഇന്ത്യൻ പാർലമെന്റ് 1955 പാസാക്കിയ ഒരു നിയമമാണ് അവശ്യ വസ്തു നിയമം. എന്താണ് നിയമത്തിന്റെ പേര്? അവശ്യ വസ്തു നിയമം എന്നാണ് അതിനറിയപ്പെടുന്നത്. നമ്മുടെ രാജ്യത്തിലെ ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് പാർലമെന്റ് ഈ നിയമം 1955 പാസാക്കിയത്. ഈ നിയമത്തിനെ ചുവട് പിടിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരുകളും അവശ്യ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പലവിധ ഉത്തരവുകളും ചട്ടങ്ങളും കൊണ്ടുവന്നു. അതിൻ്റെ ഭാഗമായിട്ട് കേരളം 1967 കൊണ്ടുവന്ന ഉത്തരവിൻ്റെ പേരാണ്, വ്യക്തമായി പഠിച്ചോ, എക്സാമിന് ചോദിക്കും, കേരള ഭൂവിനിയോഗ ഉത്തരവ്. അപ്പോൾ കേരള ഭൂവിനിയോഗ ഉത്തരവിലേക്ക് വഴിതെളിച്ചത് 1955 കേന്ദ്രത്തിൻ്റെ അവശ്യ വസ്തു നിയമമാണ്. ഈ അവശ്യ വസ്തു നിയമത്തിനെ ചുവട് പിടിച്ചുകൊണ്ട് കേരളം ഭൂവിനിയോഗ ഉത്തരവ് പുറത്തിറക്കുന്നു 1967 ജൂലൈ 4. തെറ്റിക്കരുതേ. ഭൂവിനിയോഗ ഉത്തരവിന്റെ വർഷം കൃത്യമായി മനസ്സിൽ പറഞ്ഞു പഠിക്ക്. 1967 ജൂലൈ 4. നമ്മുടെ നെൽവയലും തണ്ണീർത്തടവും പരിപാലിക്കാൻ വേണ്ടി 2008 ഒരു നിയമം വന്നല്ലോ. ആ നിയമം വരുന്നതിന് മുമ്പ് നമ്മുടെ നെൽവയലുകളെ സംരക്ഷിച്ചിരുന്നത് ഈ ഉത്തരവിന്റെ ബലത്തിലായിരുന്നു. അതായത് 1967 കേരള ഭൂവിനിയോഗ ഉത്തരവ്. ഈ ഉത്തരവിൽ എന്താണ് പറഞ്ഞത്? അതായത് ഭക്ഷ്യ ആവശ്യത്തിന് വേണ്ടിയുള്ള കാർഷിക വിളകൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുവാനോ പരിവർത്തനം ചെയ്യുവാനോ പാടുള്ളതല്ല എന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു ഉത്തരവായിരുന്നു കേരള ഭൂവിനിയോഗ ഉത്തരവ്. പക്ഷേ ഈ ഉത്തരവ് കൃത്യമായി നടപ്പിലാക്കുന്നതിൽ നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങൾക്ക് ഒരുപാട് പാളിച്ചകൾ ഉണ്ടായി. അതിൻ്റെ ഭാഗമായി കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന വയലുകളുടെ 4/3 ഭാഗം വയലുകളും പല കാരണങ്ങളാൽ പരിവർത്തനം ചെയ്യപ്പെട്ടു പോവുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ വയലിൽ മണ്ണ് നികത്തി മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ നെൽകൃഷി ചെയ്യേണ്ട കാലയളവിൽ മറ്റു വിളകൾ കൃഷി ചെയ്തോ നമ്മുടെ വയലുകൾ കുറഞ്ഞു വന്നു. തുടർന്ന് ഭൂവിനിയോഗ ഉത്തരവ് കൊണ്ട് യാതൊരുവിധ ഉപയോഗവും ഇല്ല എന്ന് മനസ്സിലാക്കിയ നമ്മുടെ കേരള ഗവൺമെന്റ് പുതിയൊരു നിയമം കൊണ്ടുവരുന്നു. സമഗ്ര നിയമം കൊണ്ടുവന്ന ആദ്യത്തെ സംസ്ഥാനമായി മാറുന്നു. ആ നിയമമാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. ക്ലിയർ ആണ്? ശരി, കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഏത് വർഷമാണ് എന്ന് പരീക്ഷയ്ക്ക് വളരെ ബേസ് ആയിട്ടുള്ള ചോദ്യം ചോദിക്കും. നിങ്ങൾ തെറ്റിക്കുകയും ചെയ്യല്ലേ. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 2008. ഇപ്പോൾ ഇത് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമമാണ്, അല്ലെങ്കിൽ നെൽവയൽ നിയമം എന്ന് ചുരുക്കി നമ്മൾ വിളിക്കും. ഈ നെൽവയൽ നിയമം പാസ്സാക്കിയത് കേരള നിയമസഭയാണ്. കാരണം എപ്പോഴും ഓർത്തുകൊള്ളുക, കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഒരു സംസ്ഥാന നിയമമാണ്. നമ്മുടെ കേരളത്തിൽ മാത്രം പ്രാബല്യത്തിലുള്ള ഒരു നിയമമാണ് നമ്മുടെ നെൽവയൽ നിയമം. അതുകൊണ്ട് തന്നെ ഇതൊരു സംസ്ഥാന നിയമമായതുകൊണ്ട് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസ്സാക്കിയത് കേരള നിയമസഭയാണ്. തെറ്റിക്കുകയും ചെയ്യലെ, പാർലമെന്റ് ഒന്നും അല്ല, കേരളത്തിന്റെ നിയമസഭയാണ്. കേരളത്തിന്റെ നിയമസഭ 2008 പാസ്സാക്കിയ എത്രാമത്തെ നിയമമാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് വരല്ലേ, പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരരുത്. ഇവിടുത്തെ ചോദ്യം എന്താണ്? 2008 കേരള നിയമസഭ പാസ്സാക്കിയ എത്രാമത്തെ ആക്റ്റാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം? ക്ലിയർ ആണ്? അപ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. 2008 കേരള നിയമസഭ പാസ്സാക്കുന്ന ഒന്നാമത്തെ നിയമത്തിന്റെ പേര് 2008 ഒന്നാമത്തെ നിയമം. ഇത്രയേ ഉള്ളൂ. അല്ലാതെ വളരെ നമുക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമല്ല ഇത്. 2008 കേരള നിയമസഭ പാസ്സാക്കിയ രണ്ടാമത്തെ നിയമത്തിന്റെ പേര് 2008 രണ്ടാമത്തെ നിയമം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ ചോദ്യത്തിലോട്ട് വാ. 2008 കേരള നിയമസഭ പാസ്സാക്കിയ
എത്രാമത്തെ ആക്റ്റാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്ന് ചോദിക്കും. ക്ലിയർ ആണേ? തെറ്റിക്കല്ലേ? 1 മാർക്ക് നിങ്ങളുടെ കയ്യിലോട്ട് വെച്ച് തരെയാണ്. 2008 എത്രാമത്തെ ആക്ട് എന്ന് നോക്കുമ്പോൾ 2008 എന്നല്ലേ പറയുന്നത്. അതിൽ നമുക്ക് ആവശ്യമില്ലാത്ത 2 0 നമുക്ക് അങ്ങ് വെട്ടിക്കളയാം. പഠിക്കാൻ വേണ്ടിയാണേ. ബാക്കി അങ്ങ് എഴുതുക. എത്രാമത്തെ ആക്റ്റാണ്? 28ാമത്തെ ആക്റ്റാണ്. ക്ലിയർ ആണ്? അപ്പോൾ 2008 കേരള നിയമസഭ പാസ്സാക്കിയ 28ാമത്തെ ആക്റ്റാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. ശരി, കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസ്സാക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരുന്നു? എപ്പോഴും ഓർത്തിരിക്കുക, 2006 തൊട്ട് 2011 വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നത് VS അച്യുതാനന്ദൻ ആയിരുന്നു. അപ്പോൾ ആ 2006നും 2011നും ഇടയിൽ നമ്മുടെ ഭരണരംഗത്ത് നടന്ന സുപ്രധാനമായ 2 മാറ്റങ്ങളാണ്. ഒന്ന്, കേരളം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചു. 2, കേരളം നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസ്സാക്കി. അപ്പോൾ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കും, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര്? VS അച്യുതാനന്ദൻ. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസ്സാക്കുമ്പോൾ കേരള മുഖ്യമന്ത്രി ആര്? VS അച്യുതാനന്ദൻ. കാരണം VSന്റെ പീരീഡ് 2006 തൊട്ട് 2011 വരെയാണ്. ശരി, അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ്. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസ്സാക്കിയതെന്നാണ്. നമ്മൾ കൃത്യമായി പഠിച്ചു. നെൽവയലുകളും തണ്ണീർത്തടങ്ങളും പരിപാലിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി സമഗ്ര നിയമം കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. പഠിച്ചേ. കേരള നിയമസഭയാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസ്സാക്കിയത്. 2008 ഈ നിയമം പാസ്സായത്. 2008 28ാമത്തെ ആക്റ്റാണ്. ആ സമയത്തെ മുഖ്യമന്ത്രി VS ആയിരുന്നു. പക്ഷെ അടുത്ത ചോദ്യം, ഈ പാസ്സായ ഡേറ്റ് എന്നാണ്. അതായത് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസ്സായത് 2008 ഓഗസ്റ്റ് മാസം 11-നാണ്. എഴുതി പഠിക്കണേ. എഴുതി പഠിച്ചാലേ നിങ്ങൾ ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്ന് പാസ്സായി? 2008 ഓഗസ്റ്റ് 11-ന് പാസ്സായി. പക്ഷേ ഇത് പ്രാബല്യത്തിൽ വന്നത് 2008 ഓഗസ്റ്റ് 12 മുതൽ കേരളത്തിൽ പ്രാബല്യത്തിൽ വന്നു. പക്ഷേ കേരള PSC മുമ്പ് ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ പ്രാബല്യത്തിൽ വന്ന തീയതി എന്ന് ചോദിച്ചിട്ടും അവർ ഉത്തരം കൊടുത്തത് 2008 ഓഗസ്റ്റ് 11-നാണ്. പക്ഷെ എനിക്കത് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. കറക്റ്റ് ആൻസർ ഇതാണ്. പാസ്സായത് 2008 ഓഗസ്റ്റ് 11. ഈ നിയമം കേരളത്തിൽ പ്രാബല്യത്തിൽ വന്നത് 2008 ഓഗസ്റ്റ് മാസം 12-ാം തീയതിയാണ് പ്രാബല്യത്തിൽ വന്നത്. തെറ്റിക്കേ ചെയ്യരുതേ. ശരി, പക്ഷേ PSCയുടെ ആൻസർ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. PSC പ്രാബല്യത്തിൽ വന്നത് കൊടുത്തതും 2008 ഓഗസ്റ്റ് 11. അപ്പോൾ നമ്മൾ ഇനി ചോദിക്കുമ്പോൾ 2008 ഓഗസ്റ്റ് 11 ഉണ്ടെങ്കിൽ അത് എഴുതിക്കോ, കുഴപ്പമില്ല. നമുക്കത് ചലഞ്ച് ചെയ്യാനും പറ്റും. കാരണം PSC ആൻസർ കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷെ ഓഗസ്റ്റ് 11 ഇല്ല, പ്രാബല്യത്തിൽ വന്നത് ചോദിക്കുന്നു. എങ്കിൽ ഉത്തരം 2008 ഓഗസ്റ്റ് 12. ഈ 2008 ഈ നിയമം വന്നെങ്കിലും ഈ നിയമം 4 തവണ പിന്നീട് ഭേദഗതി ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചോളണം. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഇതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തു എന്ന് ചോദിച്ചാൽ 4 തവണ ഭേദഗതി ചെയ്തു. തെറ്റിക്കേ ചെയ്യല്ലേ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഇതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തു? 4 തവണ. ഏതൊക്കെ വർഷം? 2011, 2015, 2016, 2018. ഇങ്ങനെ 4 കൊല്ലം കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി പഠിച്ചോളുക. 2008 നിയമം, 2011 ആദ്യ ഭേദഗതി, 2015 രണ്ടാം ഭേദഗതി, 2016 മൂന്നാം ഭേദഗതി, അവസാന ഭേദഗതി 10 വർഷമായപ്പോൾ. നിയമം വന്നത് ഏത് വർഷം? 2008. 10 വർഷമാവുന്നത് 2018. ആദ്യ ഭേദഗതി 2011, രണ്ടാമത്തെ ഭേദഗതി 15, മൂന്നാമത്തത് 16. പഠിച്ചോളുക. ശരി, അപ്പോൾ നമുക്ക് അടിസ്ഥാന വസ്തുതകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 1 മിനിറ്റ് കൊണ്ട് നമുക്ക് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് പോകാം കേട്ടോ. കറക്റ്റായിട്ട് അങ്ങ് ഷാർപ്പായിട്ട് അങ്ങ് പഠിച്ച് തീർത്തോളുക. ഞാൻ സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് കളയുകയാണ്. നമ്മൾ പഠിക്കുന്ന, നമ്മളെ വായിച്ച് ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സ്ട്രൈക്ക് ഔട്ട് ചെയ്യുന്നത്. നിങ്ങളത് പഠിച്ചോളുക. 1955 പാർലമെന്റ് അവശ്യ വസ്തു നിയമം പാസാക്കി. ചുവട് പിടിച്ചുകൊണ്ട് കേരള സർക്കാർ 67 ജൂലൈ 4-ന് കേരള ഭൂവിനിയോഗ ഉത്തരവ് പാസാക്കി. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം വരുന്നത് വരെ ഈ ഉത്തരവിലാണ് കേരളത്തിന്റെ നെൽവയലുകൾ സംരക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷേ 2008 ഇന്ത്യയിൽ ആദ്യമായി നെൽവയലുകളും തണ്ണീർത്തടങ്ങളും പരിപാലിക്കുന്നതിന് വേണ്ടി സമഗ്ര നിയമം കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറി. ആ നിയമത്തിന്റെ പേരാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008. അടുത്ത ചോദ്യം, ഇതൊരു സംസ്ഥാന നിയമമായിരുന്നത് കൊണ്ട് ഇത് പാസ്സാക്കുന്നത് കേരള നിയമസഭയാണ്.
2008 കേരള നിയമസഭ പാസാക്കിയ 28ാമത്തെ ആക്ടാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. ആ സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനായിരുന്നു. 2008 ഓഗസ്റ്റ് 11 പാസാക്കി ഓഗസ്റ്റ് 12 പ്രാബല്യത്തിൽ വന്നു. 2008 ഓഗസ്റ്റ് 11 പാസാക്കി 2008 ഓഗസ്റ്റ് 12 പ്രാബല്യത്തിൽ വന്നു. പക്ഷേ PSCയുടെ ആൻസർ പ്രാബല്യത്തിൽ വന്നതും നിലവിൽ വന്നതും അവർ ഉത്തരം കൊടുക്കുന്നത് ഓഗസ്റ്റ് 11 തന്നെയാണ്. അതുകൊണ്ട് അത് തന്നെ നമുക്ക് പ്രിഫർ ചെയ്യാം. എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? 4 തവണ. 2011, 15, 16, 18. ക്ലിയർ ആണ്. ശരി, ഇനി നമുക്ക് നമ്മൾ സാധാരണ പഠിക്കുന്ന പോലെ നോട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തു പോയി. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. 2008 കേരള നിയമസഭ പാസാക്കിയ സുപ്രധാന നിയമമാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. പഠിച്ചേ. നെൽവയൽ നീർത്തടങ്ങൾ സംരക്ഷിക്കുവാനുള്ള രാജ്യത്തെ ആദ്യത്തെ സമഗ്ര നിയമം കൊണ്ടുവന്ന സംസ്ഥാനമാണ് കേരളം. പഠിക്കാൻ വേണ്ടിയാണ് ഈ നോട്ട് ഉൾപ്പെടെ സ്റ്റേറ്റ്മെന്റ് രീതി പറയുന്നത്. ഇനി 2008 നിയമത്തിന്റെ ലക്ഷ്യം എന്താണ്? കാണാപ്പാഠം പഠിക്കരുത്. കാണാപ്പാഠം പഠിച്ചാൽ നിങ്ങൾ മറന്നുപോകും. നിങ്ങൾക്ക് നിയമത്തിന്റെ പേരറിയാലോ. എന്തൊക്കെ സംരക്ഷിക്കാനാണ്? നെൽവയലും തണ്ണീർത്തടവും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് 4 ലക്ഷ്യങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി ഒരു കാര്യം പറയട്ടെ. ഇവിടെ ആദ്യം നെല്ലാണ് സംരക്ഷിക്കുന്നതെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് കാർഷിക രംഗം പുരോഗതി കൈവരിക്കോ ഇല്ലേ? ഉറപ്പായിട്ടും കൈവരിക്കുമല്ലോ. അപ്പൊ നെല്ലിൽ നിന്ന് ആദ്യം പഠിക്കേണ്ട പോയിന്റ് കാർഷിക രംഗത്തെ വളർച്ച പ്രോത്സാഹിപ്പിക്കുക. കാർഷിക രംഗത്തെ വളർച്ച ഉണ്ടാവുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉണ്ടാവില്ലേ? അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ഭക്ഷ്യസുരക്ഷ. തണ്ണീർത്തടങ്ങൾ പരിസ്ഥിതിക്ക് ഉപയോഗമുള്ളവയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ തണ്ണീർത്തടങ്ങളിൽ നിന്ന് മൂന്നാമത്തെ പോയിന്റ് പാരിസ്ഥിതിക വ്യവസ്ഥയുടെ സുസ്ഥിരത ഉറപ്പാക്കുക. നാലാമത്തെ പോയിന്റ് എന്തിനാണ് ഈ നിയമം ആക്ച്വലി കൊണ്ടുവന്നത്? നെൽവയലുകളും തണ്ണീർത്തടങ്ങളും രൂപാന്തരപ്പെടുത്തുന്നതും പരിവർത്തനപ്പെടുത്തുന്നതും നിയന്ത്രിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കാണാപ്പാഠം പഠിക്കല്. നമ്മളിപ്പോൾ പഠിച്ചത് 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ. കാണാപ്പാഠത്തിലോട്ട് പോകില്ല. ഞാൻ ഈ പറയുന്നത് കൃത്യമായി കോൺസെൻട്രേറ്റ് ചെയ്യും. നെൽ, തണ്ണീർത്തടം. നെല്ലിൽ നിന്ന് ആദ്യം മനസ്സിലാക്കുക കാർഷിക രംഗത്തെ വളർച്ച. പഠിച്ചേ. 2, കാർഷിക രംഗം വളരുമ്പോൾ ഭക്ഷ്യസുരക്ഷ ഉറപ്പാവും. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് തണ്ണീർത്തടങ്ങൾ പാരിസ്ഥിതികമായി വളരെയധികം ഉപയോഗം ചെയ്യപ്പെടുന്നവയാണ്. അതുകൊണ്ട് തന്നെ പാരിസ്ഥിതിക വ്യവസ്ഥയുടെ സുസ്ഥിരത ഉറപ്പാക്കുന്നു. അതുകൊണ്ട് ഇതിനെ രണ്ടിനെയും, അതായത് നെൽവയലുകളെയും തണ്ണീർത്തടങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതും പരിവർത്തനപ്പെടുത്തുന്നതും നിയന്ത്രിക്കുക എന്നതുകൂടിയാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ. തെറ്റിക്കരുത്. ഓക്കെ, ശരി. അടുത്തത് കേരള നെൽവയലും നീർത്തടവും സംരക്ഷണ ബില്ലിൽ ഗവർണർ ഒപ്പുവെച്ചത്, അതായത് പാസ്സായത് 2008 ഓഗസ്റ്റ് 11. എന്നാൽ ഇത് പ്രാബല്യത്തിൽ വന്നത്, ശ്രദ്ധിച്ചോ, പ്രാബല്യത്തിൽ വന്നത് 2008 ഓഗസ്റ്റ് 12 എന്നാൽ 2021 100/21 LDC എക്സ് സർവീസ്മാൻ PSC ഉത്തര സൂചിക പ്രകാരം കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11. പക്ഷേ ആക്ച്വലി ഓഗസ്റ്റ് 11 പാസ്സായി ഓഗസ്റ്റ് 12 പ്രാബല്യത്തിൽ വന്നത്. പക്ഷേ PSC ഒരു തവണ ഓഗസ്റ്റ് 11 തന്നെ പ്രാബല്യത്തിൽ വന്നു എന്നും കൊടുത്തു. ഇനി അപ്പോൾ അവരെന്താണ് ആൻസർ കൊടുക്കുന്നതെന്ന് PSCക്ക് മാത്രം അറിയാം. നമ്മളിത് കൃത്യമായി പഠിച്ചു വച്ചിരിക്കുക. നെക്സ്റ്റ്, ഈ നിയമം പാസ്സാക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനായിരുന്നു. 2008 ഈ നിയമം പാസ്സാക്കിയതിനെ തുടർന്ന് 4 പ്രാവശ്യം ഈ നിയമം ഭേദഗതി ചെയ്തു. 2011, 15, 16, 18. 2018 അവസാന ഭേദഗതി 2018 29ാം ആക്ട് എന്നറിയപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? നമ്മൾ പഠിച്ചു. 2018 എന്ന കലണ്ടർ വർഷം നമ്മുടെ നിയമസഭ പാസ്സാക്കിയ 29ാമത്തെ ആക്ട് ആയിരുന്നു കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ ഭേദഗതി. അതായത് അവസാനത്തെ ഭേദഗതി 2018 29ാം ആക്ട് ആണ്. അതിന് മുൻകാല പ്രാബല്യം 2017 ഡിസംബർ 30 മുതൽ അതിന് മുൻകാല പ്രാബല്യം ഉണ്ടായിരുന്നു. കാരണം ഈ നിയമത്തിന് മുൻകാല പ്രാബല്യം കൊടുക്കാൻ കഴിയും. കാരണം ഇതൊരു സിവിൽ നിയമമാണ്. സിവിൽ നിയമങ്ങൾക്ക് മുൻകാല പ്രാബല്യം നൽകാവുന്നതാണ്. ഇത്രയുമാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ശരി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. എക്സാമിന് ചോദിക്കും. ആദ്യം നമുക്കിതെല്ലാം കൃത്യമായിട്ടൊന്ന് പഠിച്ചെടുക്കാം. പഠിച്ചിട്ട് നമുക്ക് ലോങ് നോട്ടുകളിലേക്ക് പോകാം. അല്ലാതെ ലോങ് നോട്ട് വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്താൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ ക്ലാസ്സിലും കിട്ടില്ല, ആ നോട്ടിലും കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വൃത്തിയായി ഒന്ന് പഠിക്കാം. ശരി, ഈ നിയമത്തിലെ പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. സെക്ഷൻ 2. തെറ്റിക്കരുതേ. സെക്ഷൻ 2. സെക്ഷൻ 2 പറയുന്നത് നിർവചനങ്ങളെ കുറിച്ചാണ്. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? നിർവചനങ്ങൾ. നിർവചനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്ടേ? ഏതൊരു നിയമം തുടങ്ങുന്നതിന് മുമ്പും ആ നിയമത്തിന് ആസ്പദമായ ഡെഫിനിഷൻസ് കൃത്യമായി നൽകേണ്ടതുണ്ട്. ഈ നിയമത്തിൽ ആ നിർവചനങ്ങൾ പറയുന്നത് സെക്ഷൻ 2ലാണ്. അതിലാദ്യം നമുക്ക് പഠിക്കേണ്ടത് 12ാമത്തെ ഡെഫിനിഷനും അതുപോലെ തന്നെ 18ാമത്തെ ഡെഫിനിഷനുമാണ്. അപ്പോൾ 12ഉം 18ഉം. എന്താണ് 12? 12ൽ പറയുന്നത് വയൽ എന്നാൽ എന്ത്. 18ൽ പറയുന്നത്
തണ്ണീർത്തടം എന്നാൽ എന്ത്? ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കേ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ വയൽ എന്ന ഡെഫിനിഷൻ എത്രാമത് വരുന്നു? രണ്ടാമത്തെ സെക്ഷനിൽ 12ാമത്തെ ഡെഫിനിഷനാണ് വയൽ, 18ാമത്തെ ഡെഫിനിഷനാണ് തണ്ണീർത്തടം. അപ്പോൾ വയൽ എന്ന് പറഞ്ഞാൽ എന്ത്? കൃത്യമായി പഠിച്ചതിന് ശേഷം നമുക്ക് നോട്ടും കൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ തലയിൽ കൃത്യമായിട്ടിരിക്കും. വയൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പഠിക്കേണ്ട പോയിന്റ്, വർഷത്തിൽ ഒരു തവണയെങ്കിലും നെൽകൃഷി ചെയ്യുകയാണെങ്കിൽ അത് വയലാണ്. അപ്പോൾ ഒരു സ്ഥലം എടുക്കുന്നു, അവിടെ ഒരു തവണയെങ്കിലും നെൽകൃഷി ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത് വയലാണ്. ഓക്കെ. രണ്ടാമത്തെ കണ്ടീഷൻ, വയലിൻ്റെ ഡെഫിനിഷനാണ് പറയുന്നത്. രണ്ടാമത്തത്, ഇനി അവിടെ കൃഷി ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുക, കൃഷി ചെയ്യുന്നില്ല എങ്കിൽ അത് കൃഷിക്ക് അനുയോജ്യമാണോ എന്ന് പരിശോധിക്കും. അപ്പോൾ ആ സ്ഥലം നെൽകൃഷിക്ക് അനുയോജ്യമാണെങ്കിൽ അതും വയൽ തന്നെ. അപ്പം കൃഷി ചെയ്യണമെന്നും നിർബന്ധമില്ല. പിന്നെ വയലുമായി അനുബന്ധിച്ച് വരുന്ന കുളം, അതുപോലെ ബണ്ട്, അതുപോലെ ചിറ, പിന്നെ വരമ്പ്, ഇതെല്ലാം വയലിൻ്റെ പരിധിയിൽ വരും. എന്ന് പറഞ്ഞാൽ വയൽ നികത്തരുതെന്ന് പറഞ്ഞാൽ കുളവും ബണ്ടും ചിറയും വരമ്പും ഇവയൊന്നും നിരത്തരുതെന്നാണ് എൻ്റെ മീനിങ്. ഓക്കെ. അപ്പോൾ വയലിൻ്റെ ഡെഫിനിഷനെ കുറിച്ച് കൃത്യമായി പറയാം. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ വ്യക്തമായിട്ട് എടുത്തു പറയുകയാണേ, കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ 12ാമത്തെ ഡെഫിനിഷനാണ് വയൽ. അപ്പൊ എന്താണ് വയൽ? വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഒരു തവണയെങ്കിലും നെൽകൃഷി ചെയ്തിട്ടുള്ള പ്രദേശമാണെങ്കിൽ അത് വയൽ, അല്ലെങ്കിൽ നെൽകൃഷിക്ക് അനുയോജ്യമാണെങ്കിലും അത് വയലാണ്. അതുപോലെ നെൽവയലുമായി ബന്ധപ്പെട്ടുള്ള കുളം, ബണ്ട്, ചിറ, വരമ്പ്, ചാലുകൾ ഇവയെല്ലാം വയലുകൾക്ക് ഉദാഹരണമാണ്. അപ്പൊ വയൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നോട്ട് പഠിക്കാൻ നമ്മൾ ഒന്നുകൂടി ക്ലിയർ ചെയ്യേ. അടുത്തത് സെക്ഷൻ 2 18ാമത്തെ നിർവചനം എന്താണ്? സെക്ഷൻ 2 എത്രാമത്തെ നിർവചനം? 18ാമത്തെ നിർവചനം എന്താണ് തണ്ണീർത്തടം എന്നാണ്. എന്താണ് തണ്ണീർത്തടം? നമ്മൾ തണ്ണീർത്തടത്തിന്റെ അടിസ്ഥാന വസ്തുതകൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായി പഠിച്ചതാണ്. പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കുന്നത് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ തണ്ണീർത്തടം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ്. ആദ്യം പഠിക്കേണ്ടത്, നമ്മുടെ നിയമപ്രകാരം നെൽവയൽ എന്ന് പറയുന്നത് തണ്ണീർത്തടമല്ല, അതുപോലെ തന്നെ നദികൾ എന്ന് പറയുന്നതും തണ്ണീർത്തടമല്ല. നെൽവയലും തണ്ണീർത്തടമല്ല, നദികളും തണ്ണീർത്തടമല്ല. വീണ്ടും പറയുന്നു, നെൽവയലും തണ്ണീർത്തടമല്ല, നദികളും തണ്ണീർത്തടമല്ല. അല്ലാതെ ഉപരിതലം വരെ ജലത്തിന്റെ സാന്നിധ്യമുള്ള നിശ്ചലമായോ അല്ലെങ്കിൽ മന്ദഗതിയിൽ ചലിക്കുന്നതോ ആയ ജലസ്രോതസ്സുകളാണ് തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത്. തണ്ണീർത്തടങ്ങൾക്ക് ഉദാഹരണം കായൽ തണ്ണീർത്തടത്തിന് ഉദാഹരണമാണ്, കണ്ടൽ കാടുകൾ തണ്ണീർത്തടത്തിന് ഉദാഹരണമാണ്, അതുപോലെ തന്നെ ചതുപ്പു നിലങ്ങൾ തണ്ണീർത്തടങ്ങൾക്ക് ഉദാഹരണമാണ്. ഇങ്ങനെ എക്സാമ്പിൾ ഒരുപാട് പറയാൻ നമുക്ക് പറ്റും. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ചർച്ച ചെയ്തതാണ്. ഇവിടെ നമ്മൾ ഒന്നുകൂടി നോട്ടിൽ പറയും. അപ്പോൾ നമ്മൾ നെൽവയൽ എന്താണെന്നും തണ്ണീർത്തടം എന്താണെന്നും പഠിച്ചു. അപ്പോൾ സെക്ഷൻ 2 പറഞ്ഞത് നിർവചനങ്ങളാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ. സെക്ഷൻ 3, സെക്ഷൻ 13 പഠിക്കാൻ എളുപ്പത്തിനാണ് ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. സെക്ഷൻ 23, ഇത് 3 നമുക്ക് ഒരുമിച്ച് അങ്ങ് പഠിക്കാം. സെക്ഷൻ 3, സെക്ഷൻ 13, സെക്ഷൻ 23. ഇത് നമ്മൾ ഓർഡറിലല്ല പഠിക്കുന്നത്, പക്ഷെ നമുക്ക് മെമ്മറിയിൽ ഓർത്തിരിക്കാൻ ഈ ഒരു മെത്തേഡാണ് നല്ലത്. സെക്ഷൻ 3 പറയുന്നത് നെൽവയലുകളും തണ്ണീർത്തടങ്ങളും നിയമവിരുദ്ധമായി നികത്തരുത്. അപ്പം നിങ്ങളും ഞാനും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ ഏതു വകുപ്പിലാണ് നിയമവിരുദ്ധമായി തണ്ണീർത്തടങ്ങളെ നികത്തരുത് എന്ന് പറയുന്നത്? വീണ്ടും ഓർപ്പിക്കുന്നു, കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ ഏതു വകുപ്പിലാണ് നെൽവയലുകളും തണ്ണീർത്തടങ്ങളും നിയമവിരുദ്ധമായി നികത്തരുത് എന്ന് പറയുന്നത്? സെക്ഷൻ 3. അപ്പോൾ ഇനി നികത്തിയാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ നികത്തി എന്ന് വെച്ചോ, ആ പാഠം നിങ്ങൾ നികത്തി എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ശിക്ഷ കിട്ടും. അപ്പൊ ശിക്ഷയെക്കുറിച്ച് പറയുന്നത് വീണ്ടും ഒരു 3 തന്നെ 23. അപ്പൊ 3 പറയുന്നു നികത്തരുത്, 23 പറഞ്ഞാൽ ശിക്ഷ കിട്ടും. ശിക്ഷ എന്താണ്? ശിക്ഷ 6 മാസം മുതൽ 3 വർഷം വരെയുള്ള തടവ് ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആണ്? അല്ലെങ്കിൽ 50,000 തൊട്ട് 1,00,000 രൂപ വരെ പിഴ കിട്ടാനും സാധ്യതയുണ്ട്. തെറ്റിപ്പോലടേ. അപ്പോൾ വയലും തണ്ണീർത്തടവും നികത്തരുതെന്ന് പറയുന്നത് സെക്ഷൻ 3, എന്നാൽ നികത്തിയാൽ ശിക്ഷ കിട്ടുമെന്ന് പറയുന്നത് 23. അപ്പൊ ശിക്ഷ എന്താണ്? കൃത്യമായി പഠിച്ചേ.
6 മാസം മുതൽ 3 വർഷം വരെ 6 മാസം മുതൽ 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. 50,000 തൊട്ട് 1,00,000 രൂപ വരെ നിങ്ങൾക്ക് പിഴയും ലഭിക്കാം. ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇനി നികത്തിയ ഭൂമിയിലെ നികത്തിയ ഭൂമി, ആ നികത്ത ഭൂമിയെ ആരാണോ നികത്തിയത് അയാളുടെ ചിലവിൽ എന്ത് ചെയ്യും? പൂർവ്വസ്ഥിതിയിലാക്കും. സെക്ഷൻ 13 പ്രകാരം അതിന് ഉത്തരവിടാനുള്ള അധികാരം ജില്ലാ കളക്ടറിൽ നിക്ഷിപ്തമാണ്. അപ്പം നമ്മൾ 3 വെച്ച് 3 കാര്യങ്ങൾ പഠിച്ചേ. 3, 13, 23 കൃത്യമായിട്ട് ഇങ്ങനെ പഠിക്ക്. 3, 13, 23 സിമ്പിളായിട്ട് ഈ നിയമമൊക്കെ ഇങ്ങനെ കാട് കയറി പഠിക്കരുതെങ്കിൽ നിങ്ങൾ മറന്നു പോകും. ഒരു ചെറിയ വേർഡായിട്ട് അങ്ങ് പഠിച്ചു വയ്ക്കുക. നെൽവയൽ നിയമത്തിലെ സെക്ഷൻ 3 പറയുന്നു അരുത്, നികത്തരുത്. അപ്പം നികത്തിയാൽ 13 പ്രകാരം കളക്ടർ ഉത്തരവിടും. നിങ്ങളുടെ സ്വന്തം ചെലവിൽ ഇതിനെ പൂർവ്വസ്ഥിതിയിലാക്കണം. ഓക്കെ. ഇനി 23 പ്രകാരം നിങ്ങൾക്ക് ശിക്ഷ കിട്ടും. 6 മാസം മുതൽ 3 വർഷം വരെ 50,000 രൂപ മുതൽ 1,00,000 രൂപ വരെ പിഴയും കിട്ടും. അപ്പം 3, 13, 23 ഇനി തെറ്റേ ചെയ്യല്ലേ. 3 അരുത്, 13 പൂർവ്വസ്ഥിതി, 23 ശിക്ഷ. ക്ലിയർ ആണ്? അപ്പം നിങ്ങൾ വിചാരിക്കും, അപ്പം നമുക്ക് ഈ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം വയൽ നികത്താൻ പറ്റില്ലേ? അതാണ് നിങ്ങളുടെ അടുത്ത ഡൗട്ട്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറ്റും. ഓക്കെ, ഡൗട്ട് വരണ്ട. ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറ്റും. എന്തിനൊക്കെ? 2 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ വയൽ നികത്താൻ കഴിയൂ. ഒന്ന്, ഭവനരഹിതർക്ക് ഒരു വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി. ക്ലിയർ ആണ്? തെറ്റിക്കരുത്. ഭവന നിർമ്മാണത്തിന് വേണ്ടി വയൽ നികത്താം, തണ്ണീർത്തടവും നികത്താം. അല്ലെങ്കിൽ പൊതു ആവശ്യങ്ങൾക്കായി റോഡുകൾ, ബസ് സ്റ്റോപ്പുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, എയർപോർട്ട്, ഇതിനൊക്കെ വേണ്ടി, സ്കൂളുകൾ, അങ്കണവാടി, ഇതിനൊക്കെ വേണ്ടി നമുക്ക് പൊതു ആവശ്യത്തിന് വേണ്ടിയും തണ്ണീർത്തടങ്ങൾ നികത്താം. ഇനി അതെങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കേണ്ടത്. അതാണ് ഈ നിയമത്തിലെ അടുത്ത ഘട്ടം. അപ്പം നമ്മൾ ഈ നിയമത്തിലെ സെക്ഷൻസ് പഠിച്ച ഒന്ന് പറയട്ടെ. ഞാൻ നിങ്ങൾ ആദ്യം പഠിപ്പിച്ചത് സെക്ഷൻ 2 ആണ്. തെറ്റിക്കല്ലേടെ, സെക്ഷൻ 2. അതിൽ 2 നിർവചനങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. 12ാമത്തെ നിർവചനം വയൽ, പഠിച്ചോളടെ, പരീക്ഷയ്ക്ക് ചോദിക്കും. 18ാമത്തെ നിർവചനം തണ്ണീർത്തടം. പിന്നെ 3, 13, 23 പഠിപ്പിച്ചു. അതൊരു സെറ്റായിട്ട് പഠിച്ചോ. 3 പറയുന്നു നികത്തരുത്, 13 പറഞ്ഞു നികത്തിയാൽ കളക്ടർ ഉത്തരവിട്ട് പൂർവ്വസ്ഥിതിയിലാക്കും, 23 പറയുന്നു നിങ്ങൾക്ക് ശിക്ഷ കിട്ടും. ശിക്ഷ എന്താണെന്ന് പഠിച്ചല്ലോ. 6 മാസം മുതൽ 3 വർഷം വരെയും 50,000 തൊട്ട് 1,00,000 വരെയും. അപ്പൊ നമ്മൾ ഇനി എന്താണ് പഠിക്കാൻ പോകുന്നത്? ഇനി നിങ്ങൾ നികത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഓക്കെ, ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഭവന നിർമ്മാണത്തിനും പൊതു ആവശ്യത്തിന് വേണ്ടി വയൽ നികത്താമെന്നല്ലേ. എങ്ങനെ നികത്താം? പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. അതിനുവേണ്ടി 3 സമിതികളെ നമ്മുടെ നിയമപ്രകാരം രൂപീകരിച്ചിട്ടുണ്ട്. വ്യക്തമായി പഠിക്കണേ. ഒന്നാമത്തെ സമിതിയുടെ പേര് LLMC എന്നാണ്. നമുക്ക് ഡീറ്റെയിൽ നോട്ടിലോട്ട് പോയി. ഇപ്പൊ ചുരുക്കത്തിലാണ് പഠിക്കുന്നത്. ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി. രണ്ടാമത്തെ കമ്മിറ്റിയുടെ പേര് സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി എന്നാണ്, സംസ്ഥാനതല സമിതി. മൂന്നാമത്തെ കമ്മിറ്റിയുടെ പേര് DLC അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി, ജില്ലാതല കമ്മിറ്റി എന്നാണ്. ഈ 3 കമ്മിറ്റികളും കൂടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് വ്യക്തമായിട്ട് പഠിച്ചോ. ആദ്യം നമ്മൾ ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയിലോട്ട് പോകുന്നു. ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 5 പരീക്ഷയ്ക്ക് ചോദിക്കുക. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 5ലാണ് ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ എന്താണ് ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി, സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി, ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി ആയിട്ടുള്ള ബന്ധം? പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഇടേ നമുക്ക് വയൽ നികത്താൻ വേണ്ടി 2 തരത്തിലുള്ള അപേക്ഷ വരും. പഠിച്ചോളണേ. ഒന്നാമത്തെ അപേക്ഷ ഭവന നിർമ്മാണം, രണ്ടാമത്തെ അപേക്ഷ പൊതു ആവശ്യം. ഈ എല്ലാ അപേക്ഷകളും സ്വീകരിക്കുന്നത് ഡിസ്ട്രിക്ട് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയാണ്. എല്ലാ അപേക്ഷകളും. ഇനി ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേട്ടോ. എന്നിട്ട് ഇവര് ആ വിഷയത്തിൽ ഒരു പഠനം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കും. എന്നിട്ട് ഭവന നിർമ്മാണത്തിനുള്ള എടുത്ത് ഞാൻ പറയാണ്, ഭവന നിർമ്മാണത്തിനുള്ള അപേക്ഷയാണെങ്കിൽ അത് ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റിയിലോട്ട് അയക്കും. എന്നാൽ പൊതു ആവശ്യത്തിനുള്ള അപേക്ഷയാണെങ്കിൽ അത് സംസ്ഥാന തല സമിതിക്ക് അയക്കും. എന്നിട്ട് നിങ്ങൾക്ക് വീട് വയ്ക്കാൻ അനുവാദം തരുന്നത് ഡിസ്ട്രിക്ട് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയാണ്. ആരാണ്? ഡിസ്ട്രിക്ട് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് നിങ്ങൾക്ക് വീട് വയ്ക്കാൻ അനുവാദം തരുന്നത്. എന്നാൽ പൊതു ആവശ്യത്തിനുള്ളതാണെങ്കിൽ ഈ സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി പഠിച്ചിട്ട് അവർ റിപ്പോർട്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കും. ഗവൺമെന്റാണ് പൊതു ആവശ്യത്തിന് വേണ്ടി വയൽ നികത്താനുള്ള അനുമതി തരുന്നത്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. അപ്പോൾ ഒന്നുകൂടി
എല്ലാ അപേക്ഷകളും എവിടെ വരും? ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ. പൊതു അപേക്ഷകൾ എങ്ങോട്ട് പോവും? സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയിൽ. ഭവന നിർമ്മാണ അപേക്ഷ എങ്ങോട്ട് പോവും? DLCയിലോട്ട് പോകും. അപ്പം നമുക്ക് ആദ്യം ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി പഠിക്കാം. ആദ്യം പഠിക്കേണ്ടത് ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ. അതിനു മുമ്പ് ആദ്യം ഞാൻ നിങ്ങൾക്കൊരു ബേസിക് ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ ഒരു പാഠം എടുക്കുകയാണ്. ഈ പാഠത്തിനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന മറ്റൊരു പേര് കൃഷിഭൂമി എന്ന് വിളിച്ചുകൂടെ? പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക, ഇതൊക്കെ പഠിക്കാനുള്ള ടെക്നിക്കാണ്. കൃഷിഭൂമി എന്ന് എഴുതുമ്പോൾ 2 വാക്ക് വന്നല്ലോ, ഒന്ന് കൃഷി, 2 ഭൂമി. അപ്പോൾ ഇനി ഒരിക്കലും തെറ്റിക്കരുത്. നെൽവയലുമായി ബന്ധപ്പെട്ട ഈ 3 കമ്മിറ്റികളില്ലേ, എടുത്തെടുത്ത് പറയാണ്, ശ്രദ്ധിക്ക്. നെൽവയലുകളുമായി ബന്ധപ്പെട്ട ഈ 3 കമ്മിറ്റികളില്ലേ, ഈ 3 കമ്മിറ്റികളിലും കൃഷി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആളുണ്ടാവും. ഭൂമി ഡിപ്പാർട്ട്മെന്റില്ല, പകരം റവന്യൂ ഡിപ്പാർട്ട്മെന്റാണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആളുണ്ടാവും. അവരില്ലാതെ ഈ കമ്മിറ്റികൾ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ കോമൺ ആയിട്ട് വരുന്നവർ കൃഷി ഡിപ്പാർട്ട്മെന്റിലെ ആളുകളും റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ആളുകളുമാണ്. അപ്പോൾ അവർ ഇതിനകത്തും ഉണ്ടാവും, ഇതിനകത്തും ഉണ്ടാവും, ഇതിനകത്തും ഉണ്ടാവും. അംഗങ്ങളെ പഠിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞത്. ശരി, ഇനി നമുക്ക് പോയിന്റിലോട്ട് പോവാം. ശ്രദ്ധിച്ചോ. എടേ, ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ശ്രദ്ധിക്കണേ. ആദ്യത്തെ വാക്ക് ലോക്കൽ അല്ലേ? കൃത്യമായിട്ട് ഓർത്തോ. ലോക്കൽ എന്ന് പറയുമ്പം ലോക്കൽ ഗവൺമെന്റിന്റെ ആളവിടെ ഉണ്ടാവും. അതായത് പഞ്ചായത്ത് പ്രസിഡന്റ്, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ, കോർപ്പറേഷൻ ആണെങ്കിൽ മേയർ. അപ്പോൾ അതാണ് ഒന്നാമത്തെ അംഗം. ഇദ്ദേഹമാണ് ഇതിന്റെ ചെയർമാൻ. രണ്ടാമത്തെ അംഗം കൃഷിഭൂമിയല്ലേ? അപ്പോൾ അതിന്റെ കൺവീനറായിട്ട് ആ നാട്ടിലെ കൃഷി ഓഫീസർ. മൂന്നാമത്തത് ഭൂമിയല്ലേ? ഭൂമി എന്ന് പറഞ്ഞാൽ റവന്യൂ, റവന്യൂ എന്ന് പറഞ്ഞാൽ വില്ലേജ്. അപ്പം ഏറ്റവും താഴെത്തട്ടിലെ ഓഫീസറായ വില്ലേജ് ഓഫീസർ ഉണ്ടാവും. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ, അതായത് 3 നെൽ കർഷകരും കൂടെ ഇതിനകത്തുണ്ടാവും. ഈ നെൽ കർഷകരെ സെലക്ട് ചെയ്യുന്നത് കളക്ടറാണ്. 6 പേരടങ്ങുന്ന ഒരു പാനൽ കളക്ടറിന് സമർപ്പിക്കും. അതിൽ 3 പേരെ കളക്ടർ തിരഞ്ഞെടുക്കുന്നതാണ്. ശ്രദ്ധിച്ചോ, ഇത്രയും പേരാണ് ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയിലുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ എത്ര? സെക്ഷൻ 5. ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ. കാണാപ്പാഠം പഠിക്കൽ, ഞാൻ ഈ പറയുന്ന പോലെ തന്നെ പഠിക്ക്. ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ: 1, ലോക്കൽ, കോൺസെൻട്രേറ്റ്, ലോക്കൽ ഗവൺമെന്റിന്റെ അധിപൻ, ഒന്നുകിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ, അല്ലെങ്കിൽ കോർപ്പറേഷൻ മേയർ. പിന്നെ കൃഷിഭൂമി എന്ന് പഠിച്ചില്ലേ? അപ്പം ആ പ്രാദേശിക കൃഷി ഓഫീസർ. ഭൂമി എന്ന് പറഞ്ഞാൽ വില്ലേജ് ഓഫീസർ. പിന്നെ 3 നെൽ കർഷകർ. ഇതിന്റെ ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ഇതിന്റെ കൺവീനർ കൃഷി ഓഫീസറാണ്. ശരി, അടുത്തത് സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി. സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയിൽ ലോക്കൽ എന്ന വാക്കില്ലല്ലോ, ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ അടുത്ത് പഠിക്കേണ്ടത് 2 ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആളുകളുണ്ടാവും. കൃഷി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അതുപോലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും. ഇവിടെ നിന്ന് 2 നിന്നുള്ള അംഗങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ 2 ഡിപ്പാർട്ട്മെന്റിന്റെയും കമ്മീഷണർമാരാണ്. അപ്പം ലാൻഡ് റവന്യൂ കമ്മീഷണറും അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷണറും. ഞാൻ പഠിപ്പിക്കുന്ന ഏത് സമിതി? സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി. ഏത് സമിതി? സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി. ഏത് സമിതി? സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി. അതിൽ അഗ്രികൾച്ചർ കമ്മീഷണർ വരും, ലാൻഡ് റവന്യൂ കമ്മീഷണർ വരും. പിന്നെ നെൽ കർഷകൻ വരില്ല, പകരം നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്രജ്ഞൻ ഇതിനകത്തുണ്ടാവും. പിന്നെ പരിസ്ഥിതി പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു വിദഗ്ധനും ഉണ്ടാവും. ഇതാണ് സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി. അപ്പോൾ സ്റ്റേറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ ഏറ്റവും എക്സ്ട്രീമാണ്. കൃഷി വകുപ്പിൽ നിന്നും കമ്മീഷണർ, റവന്യൂ വകുപ്പിൽ നിന്നും കമ്മീഷണർ, കർഷകർക്ക് പകരം ശാസ്ത്രജ്ഞനാവും, പിന്നെ ഒരു പരിസ്ഥിതി വിദഗ്ധനാവും. പിന്നെ ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി. ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റിയിൽ ലോക്കൽ എന്ന വേർഡില്ലല്ലോ. അപ്പോൾ ആദ്യം കൃഷി, ജില്ലാ കൃഷി ഓഫീസർ ഇതിനകത്തുണ്ടാവും, തെറ്റല്ലേ? പിന്നെ റവന്യൂ എന്ന് RDO ഉണ്ടാവും. പിന്നെ 3 നെൽ കർഷകർ ഉണ്ടാവും. ഇതാണ് ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി. അപ്പോൾ ഇതിൻ്റെ സെക്ഷൻസും കൂടെ ഒന്നുകൂടി പറയാം. ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി 5, സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി 8, ഡിസ്ട്രിക്ട് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി 9. അപ്പോൾ ഒന്നുകൂടി, നമ്മുടെ സംസ്ഥാനത്ത് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അനുസരിച്ച് നമുക്ക് പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഭവന നിർമ്മാണത്തിനു വേണ്ടിയും വയലുകളും തണ്ണീർത്തടങ്ങളും നികത്തുവാൻ കഴിയും. ആ സംവിധാനം കൃത്യമായി പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ നിയമപ്രകാരം 3 സമിതികളെ രൂപീകരിക്കുന്നു. സെക്ഷൻ 5, സെക്ഷൻ 8, സെക്ഷൻ 9. സെക്ഷൻ 5-ൽ പറയുന്നത് പ്രാദേശിക തല നിരീക്ഷണ സമിതിയാണ്. അവർക്ക് വീട് വയ്ക്കാനോ പൊതു ആവശ്യത്തിനോ വയൽ നികത്താൻ അനുവാദമൊന്നും കൊടുക്കാൻ പറ്റില്ല.
ഒരു നിരീക്ഷണ സമിതി മാത്രമാണ്. ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 5 ആണ്. 5 തെറ്റിക്കേ ചെയ്യല്ലേ. ഇനി അംഗങ്ങൾ ആരൊക്കെ? കാണാപ്പാടം പഠിക്കല്ലേ. ലോക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ്, കൃഷി ഓഫീസർ, ഭൂമി വില്ലേജ് ഓഫീസർ, 3 നെൽ കർഷകർ. ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡന്റും കൃഷി ഓഫീസർ കൺവീനറുമാണ്. ശരി, അടുത്തത് സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി. സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി എന്ന് പറയുന്നത് സെക്ഷൻ 8 ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി വരുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയിലെ അംഗങ്ങൾ സ്റ്റേറ്റ് ലെവലാണ്. അപ്പൊ ലോക്കൽ ഇല്ലല്ലോ. അഗ്രികൾച്ചറിൽ നിന്ന് കമ്മീഷണർ, റവന്യൂവിൽ നിന്ന് കമ്മീഷണർ, പിന്നെ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞൻ, ഒരു പരിസ്ഥിതി വിദഗ്ധൻ, പിന്നെ ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി ജില്ലാ കൃഷി ഓഫീസർ, RDO, പിന്നെ 3 നെൽ കർഷകർ. ഇനി എങ്ങനെയാണ് നമുക്ക് വയൽ നികത്തുന്നത്? നിങ്ങളുടെ അപേക്ഷകൾ പ്രാദേശിക തല നിരീക്ഷണ സമിതി കൊടുക്കണം. അവർ കൃത്യമായി ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ ഭവന നിർമ്മാണത്തിന് വേണ്ടിയായിട്ടുള്ള അപേക്ഷയാണെങ്കിൽ ജില്ലാതല സമിതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. എന്നാൽ പൊതു ആവശ്യത്തിനാണെങ്കിൽ സംസ്ഥാന തലത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് വീട് വയ്ക്കാൻ അനുവാദം തരുന്നത് ഡിസ്ട്രിക്ട് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയാണ്. പൊതു ആവശ്യമാണെങ്കിൽ സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്ന്, റിപ്പോർട്ടിനെ തുടർന്ന് ഗവൺമെന്റ് ഉത്തരവിറക്കും. പക്ഷെ ഇതിനെ നിരീക്ഷിക്കുന്ന പ്രാഥമിക സമിതിയാണ് പ്രാദേശിക തല നിരീക്ഷണ സമിതി. ഓക്കെ, ഇനി നമുക്ക് പ്രാദേശിക തല നിരീക്ഷണ സമിതി നോക്കിയേ. തെറ്റിക്കല്ലേടെ. LLMC സെക്ഷൻ മനസ്സിലൊന്ന് പറ. സെക്ഷൻ 5. ഇതിൽ നമുക്ക് 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് പഠിക്കണം. ഒന്ന്, കരട് ഡേറ്റ ബാങ്ക് എന്താണ്? 2, ആരാണ് റിപ്പോർട്ടിംഗ് ഓഫീസർ? അപ്പോൾ ആദ്യം നിങ്ങൾ വീട് വയ്ക്കാനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ട് അതിൻ്റെ പെർമിറ്റിന് വേണ്ടി നിങ്ങളുടെ പ്രാദേശിക ഗവൺമെൻറ്റിനെ സമീപിക്കുന്നു. നിങ്ങൾ കോർപ്പറേഷൻ ആണെങ്കിൽ പെർമിറ്റിന് കോർപ്പറേഷനെ സമീപിക്കണം. നിങ്ങൾ പഞ്ചായത്താണെങ്കിൽ പെർമിറ്റിന് പഞ്ചായത്തിനെ സമീപിക്കണം. നിങ്ങൾ അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റിയെ സമീപിക്കണം. അപ്പോൾ ആ പ്രാദേശിക ഗവൺമെൻറ്റിനെ സമീപിക്കുമ്പോൾ നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന പ്ലാന് അപ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഏത് സ്ഥലത്താണ് വീട് വയ്ക്കുന്നതെന്ന് അവർ പരിശോധിക്കും. നിങ്ങളുടെ സർവേ നമ്പർ അനുസരിച്ചാണ് അവർ പരിശോധിക്കുന്നത്. അങ്ങനെ ഒരു സർവേ നമ്പർ അവർ പരിശോധിക്കുമ്പം അത് വയലാണോ തണ്ണീർത്തടമാണോ, ആ ഭൂമിയുടെ ഉപയോഗവും രീതിയും എങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ ആ ഉദ്യോഗസ്ഥരെ സഹായിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് കരട് ഡേറ്റാ ബാങ്ക്. എന്താണ്? കരട് ഡേറ്റാ ബാങ്ക്. അപ്പം കരട് ഡേറ്റാ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഭൂമിയില്ലേ, ആ ഭൂമിയെ തരംതിരിച്ച് വയലാണോ തണ്ണീർത്തടമാണോ എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് കരട് ഡേറ്റാ ബാങ്ക്. കരട് ഡേറ്റാ ബാങ്കിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ പ്രാദേശിക തല നിരീക്ഷണ സമിതിയിൽ തന്നെ സെക്ഷൻ 5 ക്ലോസ് 4 1 കരട് ഡേറ്റാ ബാങ്കിനെ കുറിച്ച് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്ക്, പരീക്ഷയ്ക്ക് ചോദിക്കും. കരട് ഡേറ്റാ ബാങ്ക് വിജ്ഞാപനം ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? അതായത് കരട് ഡേറ്റാ ബാങ്ക് തയ്യാറാക്കി അത് വിജ്ഞാപനം ചെയ്യാനുള്ള അധികാരം ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ സെക്രട്ടറിക്കാണ്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സെക്രട്ടറി ആരാണോ അയാൾക്കാണ്. ഇപ്പം നിങ്ങളൊരു പഞ്ചായത്തിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള കരട് ഡേറ്റാ ബാങ്ക് തയ്യാറാക്കാനുള്ള ഉത്തരവാദിത്വം പഞ്ചായത്ത് സെക്രട്ടറിക്കാണ്. ക്ലിയർ ആണ്? മുനിസിപ്പൽ സെക്രട്ടറിക്കും അതുപോലെ കോർപ്പറേഷൻ സെക്രട്ടറിക്കും ഇതിനുള്ള റോള് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതാണ് കരട് ഡേറ്റാ ബാങ്ക്. പിന്നെ അത് കഴിഞ്ഞ് റിപ്പോർട്ടിംഗ് ഓഫീസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 3 പറയുന്നു, അന്യായമായി വയൽ നികത്തരുത്. തെറ്റിക്കല്ലേടെ, അന്യായമായി വയൽ നികത്തരുത്. ഇനി നികത്തി എന്ന് വെച്ച ഒരാൾ നികത്തിയാൽ എന്ത് ചെയ്യണം? ഇത് പ്രാദേശിക തല നിരീക്ഷണ സമിതി ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി കണ്ടെത്തിയതിന് ശേഷം ഇത് മേളിലേക്ക് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് ആർക്ക് റിപ്പോർട്ട് ചെയ്യണം എന്ന് ചോദിച്ചാൽ RDOയ്ക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അന്യായമായി വയൽ നികത്തിയാൽ അത് ആർക്ക് റിപ്പോർട്ട് ചെയ്യണം എന്ന് ചോദിച്ചാൽ തെറ്റിക്കരുതേ, RDOയ്ക്ക് റിപ്പോർട്ട് ചെയ്യണം. ആർക്ക് റിപ്പോർട്ട് ചെയ്യണം? RDOയ്ക്ക്. അപ്പോൾ RDOയ്ക്ക് ആര് റിപ്പോർട്ട് ചെയ്യും? പ്രാദേശിക തല നിരീക്ഷണ സമിതി. പ്രാദേശിക തല നിരീക്ഷണ സമിതിയിലെ ആരാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? അതിൽ ഒരുപാട് അംഗങ്ങളുണ്ട്, തെറ്റിക്കരുത്. അതാണ് സെക്ഷൻ 7 പറയുന്നത്, റിപ്പോർട്ടിംഗ് ഓഫീസർ. സെക്ഷൻ 7 ആരാണ് റിപ്പോർട്ടിംഗ് ഓഫീസർ എന്ന് പറയുന്നു? തെറ്റിക്കേ ചെയ്യല്. RDOയ്ക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം വില്ലേജ് ഓഫീസർ എന്ന് എഴുതി വയ്ക്കരുതേ, കൃഷി ഓഫീസർ. അപ്പൊ ഞാൻ ഒരു കാര്യം 3 തവണ പറഞ്ഞു പഠിപ്പിക്കുകയാണ്, തെറ്റിക്കല്. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം നിയമവിരുദ്ധമായി വയൽ നികത്തിയാൽ RDOയ്ക്ക് അത് റിപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം കൃഷി ഓഫീസർക്കാണ് ആസ് പെർ സെക്ഷൻ 7. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം അന്യായമായി വയൽ നികത്തിയാൽ അത് RDOയ്ക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം കൃഷി ഓഫീസർക്കാണ് ആസ് പെർ സെക്ഷൻ 7. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 7 പ്രകാരം നിയമവിരുദ്ധമായി വയൽ നികത്തുകയാണെങ്കിൽ അത് RDOയ്ക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം പൂർണ്ണമായും പ്രാദേശിക കൃഷി
ഓഫീസർക്ക് മാത്രമാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. അതുപോലെ തന്നെ നിങ്ങൾ വയൽ നികത്തി വീട് വയ്ക്കാൻ പോകുന്നുവെങ്കിൽ ആ വയൽ നികത്താനുള്ള അപേക്ഷ ഉണ്ടല്ലോ, വയൽ നികത്താനുള്ള അപേക്ഷ, ആ വയൽ നികത്താണ്ട അപേക്ഷ ആർക്കാണ് സമർപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കൃഷി ഓഫീസർക്കാണ്. ഒരിക്കലും വയൽ നികത്താനുള്ള അപേക്ഷ വില്ലേജ് ഓഫീസറിന് സമർപ്പിക്കരുത്. ഒരിക്കലും വയൽ നികത്താനുള്ള അപേക്ഷ വില്ലേജ് ഓഫീസറിന് സമർപ്പിക്കരുത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് വയൽ നികത്തുന്നത്. വയൽ നികത്താൻ അപ്പം നമ്മളിപ്പോൾ പഠിച്ചത് പ്രാദേശിക തല നിരീക്ഷണ സമിതിയെ കുറിച്ചാണ്. ഇങ്ങനെ നമ്മൾ അന്യായമായി വയൽ നികത്തിയാൽ റിപ്പോർട്ട് RDOക്ക് റിപ്പോർട്ട് ചെയ്യും, പിന്നെ ശിക്ഷ കിട്ടും, പൂർവ്വസ്ഥിതിയിലാക്കും, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇനി നമ്മൾ യഥാർത്ഥത്തിൽ വയൽ നികത്താനുള്ള ഒരു അപേക്ഷ ഉണ്ടെങ്കിൽ അത് ആർക്ക് കൊടുക്കണം? പ്രാദേശിക തല നിരീക്ഷണ സമിതിയെ സമർപ്പിക്കണം. പക്ഷെ അത് കൃഷി ഓഫീസർക്കാണ് കൊടുക്കേണ്ടത്. അവരത് പഠിച്ച് റിപ്പോർട്ട് ജില്ലാ സമിതിക്ക് വിടും. ജില്ലാ സമിതിയിൽ ആരൊക്കെ ഉണ്ട്? RDO ഉണ്ട്, ജില്ലാ കൃഷി ഓഫീസർ ഉണ്ട്, പിന്നെ 3 നെൽ കർഷകരുണ്ട്. അവരത് പഠിച്ചിട്ട് നിങ്ങൾക്ക് വീട് വയ്ക്കാനുള്ള വയൽ നികത്താനുള്ള അനുവാദം തരും. പക്ഷെ എപ്പോഴും ആലോചിച്ചോളണം, നഗരപ്രദേശങ്ങളിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ മേഖലയിലാണെങ്കിൽ നിങ്ങൾക്ക് വീട് വയ്ക്കാൻ 5 സെന്റ് സ്ഥലം മാത്രമേ കിട്ടുകയുള്ളൂ. റവന്യൂവിൻ്റെ രേഖകളിൽ സെന്റ് എന്ന് ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ R എന്ന യൂണിറ്റ് ആണ്. എന്ത് യൂണിറ്റ് ആണ്? R. അപ്പോൾ നെൽവയൽ നികത്തിയാൽ പരമാവധി നഗരപ്രദേശങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 5 സെന്റ് നികത്താനുള്ള അനുമതി മാത്രം. 5 സെന്റ് നികത്താനുള്ള അനുമതി മാത്രം, അതായത് 2.02R. എന്നാൽ പഞ്ചായത്ത് മേഖലകളിൽ അല്ലെങ്കിൽ ഗ്രാമപ്രദേശത്ത് നിങ്ങൾക്ക് വയൽ നികത്താൻ പരമാവധി എത്ര സെന്റ് വരെ അനുവദിക്കും? 10 സെന്റ് വരെ വയൽ നികത്താൻ പറ്റും. അതായത് 4.04R. ഇതാണ് റവന്യൂ രേഖകളുടെ യൂണിറ്റ് R ആണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. നഗരപ്രദേശത്താണെങ്കിൽ നിങ്ങൾക്ക് ഭവന നിർമ്മാണത്തിന് എത്ര സെന്റ് നികത്താൻ പറ്റും? 5 സെന്റ്. എന്നാൽ പഞ്ചായത്തിലാണെങ്കിൽ 10 സെന്റ് നികത്താൻ പറ്റും. ഇങ്ങനെ നിങ്ങൾക്ക് അനുവാദം കിട്ടും. ഇനി നിങ്ങൾക്ക് അനുവാദം കിട്ടിയില്ല, നിങ്ങൾ അന്യായമായി നികത്തിയാൽ നമ്മൾ പഠിച്ചു സെക്ഷൻ 13 പ്രകാരം കളക്ടർ പറയും പൂർവ്വസ്ഥിതിയിലാക്കാൻ. സെക്ഷൻ 23 പ്രകാരം നിങ്ങൾക്ക് ശിക്ഷ കിട്ടും. കാരണം 3-ലാണ് പറഞ്ഞത് നികത്തരുതെന്ന്. ഇനി അഡീഷണൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് വളരെ കുറച്ച് ആർട്ടിക്കിളേ ഉള്ളൂ. അത് നമുക്ക് ഇനി ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ പഠിച്ചെടുക്കാം. തെറ്റിക്കരുത്, കൃത്യമായി പഠിച്ചോളുക. പ്രധാന വകുപ്പുകൾ കൃത്യമായി, ഇതാണ് നമ്മുടെ ക്ലാസ്സിന്റെ ഏറ്റവും കോറായിട്ടുള്ള മേഖല. ഇത്രയും നേരം പഠിച്ചതൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യും. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ 2ാമത്തെ വകുപ്പ് ഡെഫിനിഷൻസ് ആണ്, നിർവചനങ്ങൾ. അതിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് 12ാമത്തെ നിർവചനം ഇന്ന് പഠിച്ചതേ ഉള്ളൂ. എന്താണ്? വയൽ. 18ാമത്തെ നിർവചനം തണ്ണീർത്തടം. ഇതിന് നോട്ട് പഠിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. ക്ലിയർ ആണേ? പഠിച്ചിനി തെറ്റിക്കേ ചെയ്യൽ. സെക്ഷൻ 3-ൽ പറയുന്നു നിങ്ങൾക്കൊരു പാടമുണ്ടെങ്കിൽ ഒരിക്കലും ആ പാടം നികത്തരുത് എന്ന് പറയുന്നു. അപ്പം നിങ്ങൾ ചോദിക്കുന്നു, എങ്കിൽ നികത്തിയാൽ എന്ത് ചെയ്യും? അതിന് മറുപടി ഉണ്ട്. നികത്തിയാൽ നമ്മൾ പഠിച്ചു 13 പ്രകാരം ഈ നികത്തിയ പാടത്തെ എന്ത് ചെയ്യും? പൂർവ്വസ്ഥിതിയിലാക്കും, നിങ്ങളുടെ സ്വന്തം ചെലവിൽ. ഇതിന് ഉത്തരവിടേണ്ട അധികാരം കളക്ടർക്കാണ്. ക്ലിയർ ആണ്? ഇതും പോരാഞ്ഞിട്ട് സെക്ഷൻ 23 പ്രകാരം നിങ്ങൾക്ക് ശിക്ഷ കിട്ടും. 6 മാസം മുതൽ 3 വർഷം വരെ, അല്ലെങ്കിൽ 50,000 തൊട്ട് 1,00,000 രൂപ വരെ. ക്ലിയർ ആണ്? ശരി. ഇനി അഞ്ചാമത്തത് ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അതിൽ 5 ക്ലോസ് 4(1)ൽ പറയുന്നത് എന്താണ് കരട് ഡേറ്റ ബാങ്ക് എന്നാണ്. നമ്മൾ ഇന്ന് പഠിച്ചതാണ് ഇതൊക്കെ. അടുത്തത് 7 പറയുന്നു നിങ്ങൾ അന്യായമായി വയൽ നികത്തിയാൽ ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടത് RDOയ്ക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. പക്ഷെ ആരാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? വില്ലേജ് ഓഫീസർ എന്ന് എഴുതേ ചെയ്യല്ലേടെ. കൃത്യമായി പഠിപ്പിച്ചതാണ് കൃഷി ഓഫീസർ. അപ്പോൾ റിപ്പോർട്ടിംഗ് ഓഫീസർ കൃഷി ഓഫീസറാണെന്ന് പറയുന്ന സെക്ഷൻ 7. സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 8. ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റിയെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 9. ഇനി സെക്ഷൻ 11 നമ്മുടെ നെൽവയലും തണ്ണീർത്തടവും പരിപാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവയിൽ നിന്നും മണലൂറ്റുന്നത് തടയുന്നു. മണലൂറ്റാൻ പാടില്ല എന്ന് പറയുന്ന സെക്ഷനാണ് 11. പക്ഷേ ഈ നെൽവയലുകളെയും തണ്ണീർത്തടങ്ങളുടെയും അവയുടെ സംരക്ഷണത്തിന് വേണ്ടി അതിൽ അടിഞ്ഞുകൂടിയ എക്കലും മണ്ണും ചെളിയൊക്കെ നീക്കം ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ അല്ലാതെ സ്വകാര്യ വ്യക്തി താല്പര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി തണ്ണീർത്തടങ്ങളിൽ നിന്നും വയലുകളിൽ നിന്നും മണലൂറ്റരുത് എന്ന് പറയുന്ന സെക്ഷനാണ് 11. 13 നമ്മൾ പഠിച്ചു. 14 പറയുന്നു നെൽവയലുകൾ നികത്തി കെട്ടിടങ്ങൾ പണിത് അവിടെ എന്തെങ്കിലും വ്യവസായമോ വാണിജ്യ സ്ഥാപനങ്ങളോ തുടങ്ങാൻ വേണ്ടി ലൈസൻസിന് അപ്ലൈ ചെയ്താൽ ആ ലൈസൻസ്
പ്രാദേശിക ഗവൺമെന്റുകൾ ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ നിന്നും പ്രാദേശിക ഗവൺമെന്റുകളെ വിലക്കുന്ന ആർട്ടിക്കിളാണ് 14. അതായത് വയൽ നികത്തി വെച്ച കെട്ടിടങ്ങളിൽ യാതൊരുവിധ ബിസിനസ്സും സംരംഭങ്ങളും തുടങ്ങണ്ട, അതിന്റെ ലൈസൻസ് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 14. ഓക്കെ, ശരി, ഒന്നുകൂടി നമുക്ക് പെട്ടെന്നൊന്ന് പഠിച്ചു തീർക്കാം. രണ്ടാമത്തെ സെക്ഷൻ നിർവചനം, മൂന്നാമത്തെ സെക്ഷനിൽ പറയുന്നു നികത്തരുത്, അഞ്ചാമത്തെ സെക്ഷൻ ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി, 5 ക്ലോസ് ഫോർ കരട് ഡേറ്റ ബാങ്ക്, 7 പറയുന്നു RDOയ്ക്ക് റിപ്പോർട്ട് ചെയ്യണം അന്യായമായി നികത്തിയാൽ ആര് റിപ്പോർട്ട് ചെയ്യണം? കൃഷി ഓഫീസർ. 8 പറയുന്നു സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി, 9 ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി, 11 മണലൂറ്റരുതെന്ന് പറയുന്നു, 13 പൂർവ്വസ്ഥിതിയിലാക്കാൻ കളക്ടർ ഉത്തരവിടുന്നു, 14 ലൈസൻസ്, 23 ശിക്ഷ. അടുത്തത് 30. ഈ 30 എന്താണ് പറയുന്നത്? കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നടപ്പിലാക്കാൻ വേണ്ടി കേരള സർക്കാരിന് തണ്ണീർത്തട സംരക്ഷണ ചട്ടങ്ങൾ രൂപീകരിക്കാവുന്നതാണ്. അപ്പൊ നിയമം വേറെ, ചട്ടം വേറെ. ആ നിയമം നടപ്പിലാക്കാൻ ചട്ടങ്ങൾ കൊണ്ടുവരുന്നത് സർക്കാരാണ്. തെറ്റിക്കരുതേ, ആ നിയമം നടപ്പിലാക്കാൻ ചട്ടങ്ങൾ കൊണ്ടുവരുന്നത് സർക്കാരാണ്. അങ്ങനെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടി സർക്കാരിന് ചട്ടങ്ങൾ ഉണ്ടാക്കാൻ അനുവാദം കൊടുക്കുന്ന വകുപ്പാണ് വകുപ്പ് 30. ഇത് പ്രകാരം കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ചട്ടങ്ങൾ വന്നത് 2008 ഡിസംബർ 24. തെറ്റിപ്പോവല്ല, ഇത് ചട്ടമാണ്, പോയി തെറ്റിക്കരുത്, കൃത്യമായി പഠിച്ചോ, ഇത് ചട്ടമാണ്. 2008 ഡിസംബർ മാസം 24 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ചട്ടങ്ങൾ വന്നത്. ഇപ്പൊ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മുഴുവനും പഠിച്ചു. ഇനി നമ്മൾ നോട്ട് ഡിസ്കഷനാണ്. ഇതും കൂടെ പഠിക്കുമ്പോൾ ക്ലാസ് വൃത്തിയായി കണ്ട ഒരു കുട്ടിക്ക് ഉറപ്പായിട്ട് ഇത് മനസ്സിലാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, അപ്പൊ നമുക്ക് ആദ്യം മുതൽ പോവാം. നെൽവയൽ രണ്ടാമത്തെ സെക്ഷൻ 12ാമത്തെ ഡെഫിനിഷൻ വ്യക്തമായി പഠിപ്പിച്ചതാണേ. വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നെൽകൃഷി ചെയ്യുന്നതോ അല്ലെങ്കിൽ നെൽകൃഷിക്ക് അനുയോജ്യമായതുമായ എല്ലാ നിലവും അതിനോടനുബന്ധിച്ചുള്ള ചിറകൾ, ജലനിർഗമന ചാലുകൾ, കുളങ്ങൾ, കൈത്തോടുകൾ, ബണ്ടുകൾ, വരമ്പുകൾ എന്നിവയും നെൽവയലിൽ ഉൾപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ഒരു തവണയെങ്കിലും നെൽകൃഷി ചെയ്യുന്നതോ അല്ലെങ്കിൽ നെൽകൃഷിക്ക് അനുയോജ്യമായതോ അതുമായി അനുബന്ധിച്ച് വരുന്ന ചിറകൾ, ജലനിർഗമന ചാലുകൾ, കുളങ്ങൾ, കൈത്തോടുകൾ, ബണ്ടുകൾ, വരമ്പുകൾ ഇവയെല്ലാം വയൽ എന്ന ഡെഫിനിഷനകത്ത് വരുന്നു. അപ്പൊ നിങ്ങൾ നികത്തരുതെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒന്നിനെയും നികത്താൻ പാടില്ല. വയലിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. അടുത്തത് തണ്ണീർത്തടം. തണ്ണീർത്തടം ചോദിക്കും. സെക്ഷൻ 2 18ാമത്തെ ഡെഫിനിഷൻ. എന്താണ് തണ്ണീർത്തടം? എടുത്തെടുത്ത് പഠിപ്പിച്ചതാണ്. നെൽവയലുകളും നദികളും പഠിച്ചേ നെൽവയലുകളും നദികളും ഒഴികെയുള്ളതും ഉപരിതലം വരെ ജലത്തിന്റെ സാന്നിധ്യമുള്ളതുമായ സ്ഥലങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. കായലുകൾ, അഴിമുഖങ്ങൾ, ചേറ്റു പ്രദേശങ്ങൾ, കടലോര കായലുകൾ, കണ്ടൽക്കാടുകൾ, ചതുപ്പ് നിലങ്ങൾ, ചതുപ്പിലെ കാടുകൾ എന്നിവയെല്ലാം തണ്ണീർത്തടങ്ങൾക്ക് ഉദാഹരണമാണ്. പഠിച്ചോളണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വകുപ്പ് 3 കൃത്യമായി പഠിച്ചോ. നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം നടപ്പിലാക്കിയത് മുതൽ, അതായത് 2008 മുതൽ ഈ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമല്ലാതെ കേരളത്തിൽ നെൽവയലുകൾ നികത്തുവാനോ രൂപാന്തരപ്പെടുത്തുവാനോ പാടില്ല എന്ന് പറയുന്ന സെക്ഷൻ 3 നമ്മൾ കൃത്യമായി പഠിച്ചതാണ്. സെക്ഷൻ 5 വകുപ്പ് 5 പ്രകാരം ഈ നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ഒരു പ്രാദേശിക തല നിരീക്ഷണ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. LLMC. പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ ഘടന വ്യക്തമായി ഞാൻ പഠിപ്പിക്കുകയാണ്. ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അതിന്റെ തലവൻ അവരാണ് ചെയർമാൻ. കൺവീനർ കൃഷി ഓഫീസറാണ്. അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ വില്ലേജ് ഓഫീസർ അതിൽ അംഗമാണ്. കൃഷി ഓഫീസർ സമർപ്പിച്ച 6 നെൽ കർഷകരുടെ പാനലിൽ നിന്ന് കളക്ടർ സെലക്ട് ചെയ്ത 3 പേര്. അപ്പോൾ ഒന്നുകൂടി, പഞ്ചായത്ത് പ്രസിഡന്റ്, കൃഷി ഓഫീസർ, വില്ലേജ് ഓഫീസർ, 3 നെൽ കർഷകർ. പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ യോഗത്തിന്റെ കോറം 3 ആണ്. 3 പേരുണ്ടെങ്കിൽ യോഗം ചേരാം. പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ യോഗം ചെയർമാൻ നിശ്ചയിക്കുന്ന പ്രകാരം പ്രസ്തുത പഞ്ചായത്ത് ഓഫീസുകളിലാണ് നടക്കുന്നത്. ചെയർമാൻ പറയുന്ന അനുസരിച്ച്, ആ ചെയർമാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണല്ലോ, ആ പഞ്ചായത്ത് ഓഫീസിലാണ് നടക്കുന്നത്. നെക്സ്റ്റ്, പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ അധികാരങ്ങൾ. ഈ പ്രാദേശിക തല നിരീക്ഷണ സമിതി എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഈ നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്നറിയാൻ നിരന്തര പരിശോധന നടത്തും. അതായത് 2008 നിയമം നടപ്പിലാക്കുന്നുണ്ടോ എന്ന് അറിയാൻ നിരന്തരം പരിശോധന നടത്തും. ഏതെങ്കിലും തരത്തിലുള്ള ലംഘനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടാൽ RDOയ്ക്ക് റിപ്പോർട്ട് ചെയ്യണം. പ്രാദേശിക തല നിരീക്ഷണ സമിതിയാണ് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടത്. പക്ഷേ റിപ്പോർട്ടിംഗ് ഉദ്യോഗസ്ഥനാരാണ്? കൃഷി ഓഫീസറാണ്. ഇനി ഇത് സംബന്ധിച്ച് പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പരാതികൾ പരിശോധിക്കുകയും നിയമലംഘനം തടയുന്നതിനായി പ്രശ്നങ്ങളിൽ ഇടപെടുകയും വേണം. നെൽവയൽ തരിച്ചിട്ടിരിക്കുന്നതിന്റെ കാരണം സംബന്ധിച്ച് അന്വേഷിക്കുക. അവ കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ പരിഹാര നിർദ്ദേശങ്ങൾ നൽകുക. ലാസ്റ്റ്, നെൽവയൽ രൂപാന്തരപ്പെടുത്തുന്നതിനായി ലഭിക്കുന്ന അപേക്ഷകളിൽ മേൽ പരിശോധന നടത്തി റിപ്പോർട്ട് തയ്യാറാക്കി ജില്ലാ സമിതിക്ക് സമർപ്പിക്കേണ്ടത് പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ ചുമതലയാണ്.
അപ്പോൾ ഒന്നുകൂടി, ഈ നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്നറിയാൻ നിരന്തരം പരിശോധന നടത്തുക. ഏതെങ്കിലും തരത്തിലുള്ള ലംഘനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടാൽ RDOയ്ക്ക് റിപ്പോർട്ട് ചെയ്യുക. പൊതുജനങ്ങളിൽ നിന്ന് പരാതി സ്വീകരിക്കുക. തരിശ് ഭൂമി കൃഷിയോഗ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. വയൽ നികത്താനുള്ള അപേക്ഷയിന്മേൽ റിപ്പോർട്ട് തയ്യാറാക്കി മേൽ സമിതികൾക്ക് സമർപ്പിക്കുന്നത് പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ ചുമതലയാണ്. നെക്സ്റ്റ്, കരട് ഡേറ്റാ ബാങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കറക്റ്റ് ആക്ട് ആണ് ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കുന്നത്. 5 ക്ലോസ് 4(1) പറയുന്നു, പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ ചുമതലയിൽ ഒന്നാണ് സമിതിയുടെ അധികാര പരിധിയിലുള്ള പ്രദേശത്തെ കൃഷിയോഗ്യമായ നെൽവയലിന്റെയും തണ്ണീർത്തടത്തിന്റെയും വിശദ വിവരണം കാണിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഡേറ്റാ ബാങ്ക്. ഉപഗ്രഹ ചിത്രം സംസ്ഥാന ഭൂവിനിയോഗ ബോർഡോ കേന്ദ്ര സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളോ തയ്യാറാക്കുന്നതോ ആയ ഭൂപടങ്ങളുടെ സഹായത്തോടെ ഡേറ്റാ ബാങ്ക് തയ്യാറാക്കേണ്ടതാണ്. സർവേ നമ്പറും വിസ്തൃതിയും രേഖപ്പെടുത്തിയിട്ടുള്ള ഡേറ്റാ ബാങ്ക് അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ മുഖേന നിർണ്ണയിക്കുന്ന രീതിയിൽ വിജ്ഞാപനം ചെയ്യിച്ച ശേഷം പൊതുജനങ്ങളുടെ അറിവിലേക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഓഫീസിലും വില്ലേജ് ഓഫീസിലും പ്രദർശിപ്പിക്കുക. എവിടെയാണ് പ്രദർശിപ്പിക്കേണ്ടത്? അപ്പം ഡേറ്റാ ബാങ്കിന്റെ ഒരു കോപ്പി പഞ്ചായത്തിലും കാണും, ഒരു കോപ്പി വില്ലേജ് ഓഫീസിലും കാണും. ഇനി ഡേറ്റാ ബാങ്ക് വിജ്ഞാപനം ചെയ്യാനുള്ള ഉത്തരവാദിത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റാ ബാങ്ക് വിജ്ഞാപനം ചെയ്യേണ്ട ഉത്തരവാദിത്വം ആ നാട്ടിലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ സെക്രട്ടറിയിൽ നിക്ഷിപ്തമാണ്. ആരാണോ ആ സമയത്ത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സെക്രട്ടറി, അയാളിൽ ഇത് നിക്ഷിപ്തമാണ്. നെക്സ്റ്റ്, റിപ്പോർട്ടിംഗ് ഓഫീസർ വകുപ്പ് 7. റിപ്പോർട്ടിംഗ് ഓഫീസർമാർ കൃഷി ഓഫീസർമാർ തങ്ങളുടെ അധികാര പരിധിയിൽപ്പെട്ട പ്രദേശത്തെ നെൽവയലിനെ സംബന്ധിച്ച റിപ്പോർട്ടിംഗ് ഓഫീസർമാർ ആയിരിക്കുന്നതാണ്. അപ്പോൾ റിപ്പോർട്ടിംഗ് ഓഫീസർ ആരാണ്? കൃഷി ഓഫീസർ. നിയമലംഘനം RDOയ്ക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം കൃഷി ഓഫീസർക്കാണ്. ഏതെങ്കിലും കാർഷിക വേളയിൽ ഏതെങ്കിലും നെൽവയൽ തരിച്ചിട്ടിരിക്കുന്നുവെങ്കിൽ ആ വിവരം കൃഷി ഓഫീസർ സമിതിയെ അറിയിക്കേണ്ടതാണ്. അപ്പം നിങ്ങൾ കൃത്യമായി പഠിച്ചോളുക. റിപ്പോർട്ടിംഗ് ഓഫീസർ ആരാണെന്ന് ചോദിച്ചാൽ കൃഷി ഓഫീസർ. റിപ്പോർട്ടിംഗ് ഓഫീസർ ആരാണ്? കൃഷി ഓഫീസറാണ് റിപ്പോർട്ടിംഗ് ഓഫീസർ. നെക്സ്റ്റ്, വീട് നിർമ്മിക്കുന്നതിനും പൊതു ആവശ്യത്തിന് നെൽവയലുകൾ നികത്തുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കറിയാം, നിങ്ങൾ വയൽ നികത്താൻ പോവുകയാണെങ്കിൽ ഉടമസ്ഥന് വീട് വയ്ക്കുന്നതിനും പൊതു ആവശ്യത്തിനും വേണ്ടി നെൽവയൽ നികത്തുന്നതിനായി അപേക്ഷ നൽകേണ്ടത് പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ കൺവീനറായ കൃഷി ഓഫീസർക്കാണ്. ഇത് ഒറ്റ വരി പഠിച്ചോ. വീട് വയ്ക്കാനാണ് വയൽ നികത്തുന്നതെങ്കിൽ ആ വയൽ നികത്തേണ്ട അപേക്ഷ നിങ്ങൾ സമർപ്പിക്കേണ്ടത് അത് പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ കൺവീനറായ കൃഷി ഓഫീസർക്കാണ്. വീട് നിർമ്മിക്കുന്നതിനും പൊതു ആവശ്യത്തിനും നെൽവയലുകൾ രൂപാന്തരപ്പെടുത്തുന്നതിനുമുള്ള അപേക്ഷ വില്ലേജ് ഓഫീസർ സ്വീകരിക്കാൻ പാടില്ല. ഞാൻ എടുത്തു പറഞ്ഞു, അപേക്ഷ വയൽ നികത്താനുള്ള അപേക്ഷ സ്വീകരിക്കേണ്ടത് കൃഷി ഓഫീസറാണ്. ഒരു കാരണവശാലും വില്ലേജ് ഓഫീസർ അപേക്ഷ സ്വീകരിക്കാൻ പാടില്ല. ഉടമസ്ഥന് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി നെൽവയൽ നികത്തുന്നതിന് ജില്ലാ സമിതിക്ക് ശുപാർശ നൽകുന്നത് പ്രാദേശിക തല നിരീക്ഷണ സമിതിയാണ്. നെക്സ്റ്റ്, സംസ്ഥാന സമിതിയുടെ രൂപീകരണം. സംസ്ഥാന ഗവൺമെന്റ് ആണ് സംസ്ഥാന തല സമിതി രൂപീകരിക്കുന്നത് കേട്ടോ. അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് ആണ് സംസ്ഥാന തല സമിതി രൂപീകരിക്കുന്നത്. സെക്ഷൻ 8 പ്രകാരം അതിന്റെ ഘടന ഞാൻ പറഞ്ഞു. കമ്മീഷണർമാരാണ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷണർ, ലാൻഡ് റവന്യൂ കമ്മീഷണർ. ഇതിൽ അഗ്രികൾച്ചർ കമ്മീഷണറാണ് കൺവീനർ. സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന പരിസ്ഥിതി വിദഗ്ധർ, നെൽകൃഷി ശാസ്ത്രജ്ഞൻ. ഇവരാണ് സംസ്ഥാനതല സമിതി. നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തതാണ്, ഇനി തെറ്റിക്കരുത്. പൊതു ആവശ്യങ്ങൾക്കായി നെൽവയൽ നികത്തുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ പാരിസ്ഥിതിക വ്യതിയാനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ച് തീരുമാനമെടുക്കുന്നതിനായി സംസ്ഥാന കമ്മിറ്റിയെ രൂപീകരിക്കേണ്ടതാണ്. പൊതു ആവശ്യത്തിനായി നെൽവയൽ രൂപാന്തരപ്പെടുത്തുന്നതിന് സംസ്ഥാന സമിതിയുടെ റിപ്പോർട്ടിന്മേൽ അനുവാദം നൽകിക്കൊണ്ട് സംസ്ഥാന സർക്കാരാണ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ആരാണ് പുറപ്പെടുവിക്കുന്നത്? സംസ്ഥാന സർക്കാരാണ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ്, ജില്ലാ സമിതിയുടെ രൂപീകരണം വകുപ്പ് 9. വകുപ്പ് 9 പ്രകാരം നെൽവയലിന്റെ ഉടമസ്ഥന് താമസിക്കുന്നതിനുള്ള വീട് നിർമ്മിക്കുന്നതിനായി നെൽവയൽ രൂപാന്തരപ്പെടുത്തുന്നതിനായി വന്നാൽ അത്തരം അപേക്ഷന്മേലുള്ള ശുപാർശകൾ പരിഗണിക്കുന്നതിനായി ഒരു ജില്ലാതല കമ്മിറ്റിയെ രൂപീകരിക്കേണ്ടതാണ്. ജില്ലാതല കമ്മിറ്റി ഉണ്ട്. അതായത് വീട് വയ്ക്കുന്ന വിഷയത്തിൽ ജില്ലാതല സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ്. ഇനി തെറ്റപ്പോവല്ലേ, സംസ്ഥാന സമിതിയെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്, ജില്ലാതല സമിതിയെ നിയമിക്കുന്നത് ജില്ലാ കളക്ടറാണ്. ജില്ലാതല സമിതിയെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണെന്ന് എന്നാൽ തെറ്റ്. ജില്ലാ കളക്ടറാണ് സമിതിയെ നിയമിക്കുന്നത്. ജില്ലാതല സമിതിയുടെ ഘടന നമ്മൾ പഠിച്ചതാണ്. ആദ്യം RDO, പിന്നെ അവിടുത്തെ കൃഷി ഓഫീസർ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ, പിന്നെ 3 നെൽ കർഷകർ. അപ്പോൾ ഒന്നുകൂടി നമുക്ക് പഠിക്കാം. ഇനി തെറ്റല്ലേ എടേ. ആദ്യം ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി. തെറ്റിക്കരുതേ. 1 നിങ്ങളുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്. തെറ്റിക്കേ ചെയ്യരുത്. നിങ്ങളുടെ നാട്ടിലുള്ള കൃഷി ഓഫീസർ, നിങ്ങളുടെ നാട്ടിലുള്ള വില്ലേജ് ഓഫീസർ. ഓക്കെ. പിന്നെ 3 നെൽ കർഷകർ. ഇവരാണ് ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി. ഇനി അടുത്തത് സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി. 2 കമ്മീഷണർമാരുണ്ട്. തെറ്റിക്കരുത്. ആരൊക്കെയാണ്? ലാൻഡ് റവന്യൂവിന്റെ കമ്മീഷണറും അതുപോലെ തന്നെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷണറും. പിന്നെ ഒരു പരിസ്ഥിതി വിദഗ്ധൻ ഉണ്ടാവും.
അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം ഒരു ശാസ്ത്രജ്ഞനുണ്ടാവും. ഇതാണ് സ്റ്റേറ്റ് ലെവൽ. എന്നാൽ ജില്ലാ തല സമിതിയിൽ RDO ഉണ്ടാവും, ജില്ലയിലെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഉണ്ടാവും, കളക്ടർ നാമനിർദ്ദേശം ചെയ്യുന്ന 3 നെൽകർഷകരുണ്ടാവും. മറന്നു പോകരുത്. ഓക്കെ, ശരി. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. ജില്ലാ സമിതിയിൽ ലഭ്യമാകുന്ന അപേക്ഷകളിന്മേൽ 1 മാസത്തിനകം തീരുമാനം എടുത്തിരിക്കണം വയൽ നികത്തേണ്ടത്. ജില്ലാതല സമിതിയുടെ തീരുമാനത്തിനെതിരെ ഏതൊരാൾക്കും തീരുമാനം കൈപ്പറ്റി 30 ദിവസത്തിനകം കളക്ടർക്ക് അപ്പീൽ നൽകാവുന്നതാണ്. അപ്പീൽ ലഭിച്ച് 1 മാസത്തിനകം കളക്ടർ അതിന്മേൽ തീരുമാനം കൈക്കൊള്ളാവുന്നതാണ്. അപ്പം നിങ്ങൾ വയൽ നികത്താനുള്ള അപേക്ഷ കൊടുത്തു, അത് പ്രാദേശിക തല സമിതി ജില്ലാ സമിതി അറിയിച്ചു, ജില്ലാ സമിതി നമുക്ക് അനുവാദം കിട്ടിയില്ല, നമുക്ക് 1 മാസത്തിനകത്തൊരു അപ്പീല് കളക്ടറിന് കൊടുക്കാം, കളക്ടർ 1 മാസത്തിനകത്ത് അതിന് മറുപടി തരും. ചിലപ്പോൾ നികത്താമെന്നും ചിലപ്പോൾ നികത്താൻ പാടില്ല എന്നും. അപ്പം നികത്തണമെങ്കിൽ എപ്പോഴും ആലോചിച്ചോളണം, 5 സെന്റ് നികത്താൻ പറ്റുള്ളൂ. എവിടെ സിറ്റിയിൽ, നഗരത്തിൽ. ഗ്രാമത്തിലാണെങ്കിൽ 10 സെന്റ്. പിന്നെ നമ്മുടെ റവന്യൂ രേഖകളിലാണെങ്കിൽ 2.026 അല്ലെങ്കിൽ 4.046 ഇത്രയാണ് നികത്താൻ പറ്റുന്നത്. അടുത്ത സെക്ഷൻ 9 3-ാം വകുപ്പിൽ എന്ത് തന്നെ അടങ്ങിയിരുന്നാലും നെൽവയലിന്റെ ഉടമസ്ഥന് താമസിക്കുന്നതിന് വേണ്ടി വീട് വയ്ക്കുന്നതിന് വേണ്ടിയും നെൽവയൽ രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള അപേക്ഷ പരിഗണിക്കുന്നതിനും യുക്തിപരമായ തീരുമാനം കൈക്കൊള്ളുന്നതിനും വേണ്ടി കളക്ടർ ഓരോ ജില്ലയിലും ജില്ലാതല അധികൃത സമിതിയെ രൂപീകരിക്കേണ്ടതാണ്. വീട് വയ്ക്കുന്നതിന് പഞ്ചായത്തിൽ 4.026 വിസ്തൃതിയിലും മുനിസിപ്പാലിറ്റിയിൽ 2.02 വിസ്തൃതിയിലും കൂടുതൽ നെൽവയൽ നികത്തുന്നത് ജില്ലാതല അധികൃത സമിതി അനുവാദം നൽകാൻ പാടുള്ളതല്ല. നമ്മൾ പഠിച്ചതാണ്. ശരി, ഇനി പരിവർത്തനത്തിനുള്ള നിരോധനം. നമ്മൾ പറഞ്ഞ മണൽ ഊറ്റാൻ പാടില്ല. ഈ ആക്ടിന്റെ പ്രാരംഭ തീയതിയിലും അന്ന് മുതൽക്കും തണ്ണീർത്തടങ്ങൾ അതുപോലെ കാത്തു സൂക്ഷിക്കേണ്ടതും തണ്ണീർത്തടങ്ങൾ രൂപാന്തരപ്പെടുത്തുന്നതിന് അവയിൽ നിന്നും മണൽ നീക്കം ചെയ്യുന്നതിനും പൂർണ്ണ നിരോധനം ഉണ്ടായിരിക്കുന്നു. മണൽ നീക്കം ചെയ്യുന്നത് 11, മണൽ നീക്കം ചെയ്യുന്നത് തടയുന്നത് 11. എന്നാൽ തണ്ണീർത്തടത്തിന്റെ പാരിസ്ഥിതിക ഘടന നിലനിർത്തുന്നതിനായി ഇതിനുവേണ്ടി എക്കലും ചെളിയും ഇതിൽ നിന്ന് നീക്കം ചെയ്യാവുന്നതാണ്. ശരി, അടുത്തത് 13 നമ്മൾ പറഞ്ഞത് പൂർവ്വസ്ഥിതിയിലാക്കും. ജില്ലാ കളക്ടർക്ക് ഈ ആക്ട് പ്രകാരം എടുത്ത പ്രോസിക്യൂഷൻ നടപടിക്ക് ഭംഗം വരാത്ത വിധത്തിൽ രൂപാന്തരപ്പെടുത്തിയ ഏതെങ്കിലും നെൽവയലോ തണ്ണീർത്തടമോ പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരാൻ ഉചിതമായ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. ചെലവഴിക്കേണ്ടി വരുന്ന തുക നെൽവയലിന്റെയോ തണ്ണീർത്തടത്തിന്റെയോ അനുഭവക്കാരിൽ നിന്നോ അധിവാസിയിൽ നിന്നോ അയാൾക്ക് പറയുവാനുള്ള അവസരം നൽകിയ ശേഷം ഈടാക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വയൽ നികത്തിയാൽ അത് പൂർവ്വസ്ഥിതിയിലാക്കാൻ പറ്റും എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആരാണോ നികത്തിയത്, ആരാണോ അവിടെ താമസിക്കുന്നത്, അയാളുടെ ഭാഗം കേട്ടതിന് ശേഷം അത് ന്യായമല്ല എന്ന് കണ്ടാൽ അയാളിൽ നിന്ന് തന്നെ കാശ് ഈടാക്കി പൂർവ്വസ്ഥിതിയിലാക്കാൻ ഉത്തരവിടും. അതിനുള്ള അധികാരം കളക്ടറിനാണ്. സെക്ഷൻ 13. നെക്സ്റ്റ് 14 ലൈസൻസ് നൽകരുതെന്ന് നമ്മൾ പറഞ്ഞു. 94 പഞ്ചായത്ത് ആക്ടിലും 94 മുനിസിപ്പാലിറ്റി ആക്ടിലും എന്തു തന്നെ പറഞ്ഞിരുന്നാലും അതിലെന്തോ പറഞ്ഞോട്ടെ, 2008 ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി പരിവർത്തനപ്പെടുത്തിയോ രൂപാന്തരപ്പെടുത്തിയോ നെൽവയലിലോ തണ്ണീർത്തടത്തിലോ സ്വഭാവ വ്യതിയാനം വരുത്തിയിട്ടുള്ള വിജ്ഞാപനം ചെയ്യാത്ത ഭൂമിയിലോ ഏതെങ്കിലും പ്രവൃത്തിയോ നിർമ്മാണമോ നടത്തുന്നതിനുള്ള ലൈസൻസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകാൻ പാടുള്ളതല്ല. അപ്പൊ ലൈസൻസ് നിഷേധിക്കുന്നത് ആർട്ടിക്കിൾ 14 ഓക്കെ. നെക്സ്റ്റ് ശിക്ഷ നിങ്ങൾക്ക് അറിയാലോ, ശിക്ഷ കൃത്യമായി എഴുതിയിട്ടുണ്ട്. ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി സെക്ഷൻ 5 ക്ലോസ് 4 പ്രകാരം വിജ്ഞാപനം ചെയ്യപ്പെട്ട ഏതെങ്കിലും നെൽവയലോ തണ്ണീർത്തടമോ പരിവർത്തനപ്പെടുത്തുകയോ രൂപാന്തരപ്പെടുത്തുകയോ ചെയ്യുന്ന ഏതൊരാളും കുറ്റസ്ഥാപനത്തിന്മേൽ 6 മാസത്തിൽ കുറയാത്തതും 3 വർഷം വരെ ആകാവുന്നതുമായ തടവും 50,000 മുതൽ കുറയാത്തതും 1 ലക്ഷം രൂപയിൽ കൂടാത്തതുമായ പിഴയും നൽകി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 50,000 തൊട്ട് 1 ലക്ഷം വരെ, 6 മാസം തൊട്ട് 3 വർഷം വരെ ശിക്ഷ കിട്ടും. ലാസ്റ്റ് സെക്ഷൻ 30 ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള അധികാരം. സർക്കാരിന് ഗസറ്റ് വിജ്ഞാപനം വഴി ഈ ആക്ടിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ ചട്ടങ്ങൾ കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവന്നതാണ് 2008 ഡിസംബർ 24 നിലവിൽ വന്ന കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ചട്ടങ്ങൾ. അപ്പൊ ഇത് തമ്മിൽ മാറിപ്പോവല്. 2008 ഓഗസ്റ്റ് 11 നിയമം വന്നു, 2008 ഡിസംബർ 24 ചട്ടം വരികയാണ് ചെയ്തത്. തെറ്റിക്കരുത്. ഓക്കെ.